ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇന്നല്ല, 2-3 ദിവസമായി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വണ്ടി 2 ദിവസമായിട്ട് വർക്ക്ഷോപ്പിലാണ്. 7 വർഷമായി വണ്ടി കയ്യിൽ. ചെറിയൊരു കാർ, അറിയാലോ, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി എന്താണെന്ന് അറിയാലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഓല വീണ് അങ്ങനെ ഗ്ലാസ് പൊട്ടി ആ ഒരു കണ്ടീഷനിലായിട്ട് ആണ് ഞാൻ വണ്ടി ഇങ്ങനെ എന്താ പറയണ്ടേ, ഇപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിന് മാത്രമേ കിട്ടും, ബാക്കിയുള്ള നമ്മൾ എന്തായാലും ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് തന്നെയായാലും അപ്പോൾ അങ്ങനെ വണ്ടി കൊടുത്തു. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ 2-3 ദിവസം എന്തായാലും താമസിക്കും. കാരണം ഇതിൻ്റെ സർവേർ വന്ന് നോക്കി അവർക്ക് അപ്രൂവൽ കൊടുത്ത് അങ്ങനെയല്ലേ വണ്ടീൻ്റെ പണി നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ വണ്ടി ഇൻഷുർ കൊടുത്തതിൻ്റെ കാര്യമല്ല. ഞാനിപ്പോൾ 2-3 ദിവസം ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ എന്താ, ഈ വാഹനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കാല് തന്നെയാണ്. കാരണം എനിക്ക് എവിടെ പോകണമെന്ന് തോന്നിയാലും പോകണമെങ്കിൽ ഈ വാഹനമില്ലാതെ ഒന്ന് പുറത്ത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പിന്നെ എവിടെ പോകാൻ കഴിയില്ല. അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ഒരുപാട് പേര് നമ്മളെപ്പോലെ, അതായത് അരക്ക് കീഴ്പോട്ടൊക്കെ ഇങ്ങനെ ചലനശേഷിയൊക്കെ ഇല്ലാണ്ട് കിടക്കുന്ന പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് അവരെ മാക്സിമം വണ്ടി എടുത്ത് പുറത്തു പോകേണ്ട രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്നതും പറയുന്നത്. അപ്പോൾ 2 ദിവസം വീട്ടിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ ഭയങ്കരമായ മാനസികമായ ടെൻഷൻ. മാത്രമല്ല, എൻ്റെ ജോലിയിലും 2-3 ദിവസമായി ലീവ് മാർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാരണം പോകാൻ പറ്റില്ല, വണ്ടിയിലാണ്ട് പോകാൻ പറ്റില്ല. എന്തായാലും ഓട്ടോ ഇങ്ങോട്ട് വരാൻ കുറച്ച് പ്രയാസമാണ്. എൻ്റെ വഴിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ വണ്ടി അങ്ങനെ പിന്നെ എനിക്ക് വന്നല്ലേ പറ്റുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ കുന്നും മലയിലും കയറിയിട്ട് വരുന്ന പോലെ ഇങ്ങോട്ട് വരുന്നതാണ്. എന്ത് തന്നെയാലും അത് താറിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടിലേക്ക് മറ്റൊരു വശത്ത് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോ ഒന്നും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഒരു 200 മീറ്ററോളം ഈ ഒരു കല്ലും മുള്ളും അതുപോലെ തന്നെ ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ പോകേണ്ടത് കൊണ്ട് എന്ത് തന്നെയാലും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ളത് 100% ഫിക്സഡായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസമായിട്ട് വീട്ടിൽ തന്നെയാണ്. നാളെ ഇനി വണ്ടി ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാകുമ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ നാളെയും കൂടി ഇതുപോലുള്ള പ്രയാസങ്ങളിങ്ങനെ സഹിക്കണം. അപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ മാനസികമായിട്ട് ഇങ്ങനെ ഒരുപാട് ടെൻഷന് സ്വമേധയാ നമ്മളിങ്ങനെ അനുഭവിക്കുമ്പോൾ എന്നിട്ട് നമുക്ക് കൂടുതൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ചെറിയ വീഡിയോ ചെയ്തതേ ഉള്ളൂ. കാരണം എന്ത് തന്നെയായാലും നമ്മളെപ്പോലത്തുള്ളവർക്ക് ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അത്യാവശ്യ ഒരു ഘടകം തന്നെയാണെന്നുള്ളത് അത് എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ അധികം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്, സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയാൽ പോരെ എന്നെല്ലാം വിളിച്ച് ചോദിക്കുന്ന പലരുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പുതിയ വണ്ടി മേടിക്കാൻ തന്നെയാണ് പറയൽ. പുതിയ വണ്ടി വാങ്ങാൻ വേണ്ടി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കണ്ടീഷൻ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വണ്ടിക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വീട്ടിലകപ്പെട്ടു പോയി. അപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ മാക്സിമം നമുക്കതൊരു കംപ്ലയിൻ്റ് ഇല്ലാണ്ട് 4-5 വർഷം അങ്ങനെ പോകുമെന്ന് വിചാരിക്കാം. അതേസമയത്ത് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയാൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും കൂടുതലായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രയാസങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് ഞാൻ ഭിന്നശേഷിക്കാരോട് പ്രത്യേകിച്ചിട്ട് പറയല്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങുകയും കളിക്കുകയും പോവുകയും വരികയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യം അവർക്ക് ഉണ്ടാകുന്ന പറഞ്ഞിട്ട് തന്നെ പ്രശ്നം വരില്ല. പക്ഷെ ഭിന്നശേഷിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം വണ്ടി കുറച്ച് പ്രശ്നമാണ് എന്ന് തോന്നുമ്പോൾ വണ്ടി മാറ്റുന്നത് നല്ലതാണ്. പക്ഷേ അപ്പോൾ എന്തുതന്നെയാലും എൻ്റെ വണ്ടിയും എടുത്ത് കുറച്ച് 7 വർഷമായി. പക്ഷെ അതുകൊണ്ട് തന്നെ വണ്ടി മാറ്റേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അതിൽ തന്നെ പോകാമെന്നുള്ള വിചാരിച്ചു. പക്ഷേ അത് ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ഉണ്ടായ ആ പ്രയാസം ഉണ്ടല്ലോ, ഈ 2-3 ദിവസത്തെ പ്രയാസങ്ങൾ ഇനി നാളെയും കൂടി അനുഭവിക്കണം. അതൊരു വല്ലാത്തൊരു പ്രയാസം തന്നെയാണ് കേട്ടോ. എന്താ ചെയ്യുക. അപ്പോൾ ഓരോരുത്തരും നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട്, മറ്റുള്ളവർ നമുക്ക് വണ്ടി ഉണ്ടാകുമ്പോൾ അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാറെടുത്തോ വണ്ടി എടുത്തോ ദിവസവും പോകുമ്പോൾ ചിന്തിക്കുന്നത് നമ്മൾ ആഡംബരമായിട്ടാണ് ചില ആൾ കാണുന്നുണ്ടാവുക. പക്ഷേ ആഡംബരമല്ല, ഇത് നമ്മുടെ അത്യാവശ്യമാണെന്നുള്ളത്
നമ്മൾ പോലുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മളതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. ചെറിയ ചെറിയ എന്തെങ്കിലും വർക്ക് തൽക്കാലം നമുക്ക് ഒപ്പിച്ച് പോകാൻ പറ്റുന്ന പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് അന്നന്ന് ആ വണ്ടിക്ക് വരുന്ന എന്തെങ്കിലും കംപ്ലൈൻറ്റ് അന്നേരം തന്നെ നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കൊണ്ടുപോകാം എന്നുള്ളത് കൂടി എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി. കാരണം എൻ്റെ നാനോ കാർ ഇപ്പോൾ 7 വർഷമായിട്ടും യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇങ്ങത്തോളം എത്തിയത് ഏകദേശം എന്ത് ചെറിയൊരു കംപ്ലൈൻറ്റ് വരുമ്പം അതിനെ വേണ്ടുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്ത് തന്നെയാലും 2 ദിവസം പെട്ടു. ഞാനിപ്പോൾ നാളെയും കൂടി പെടണം. ഓക്കെ, ബൈ.